എൻ്റെ ഒരു വീഡിയോയിൽ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയർ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാമെന്നാണ്. അതിന് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ക്രം കോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ക്രം കോട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1 hour കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഫിനിഷ് കോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫിനിഷ് കോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഇത് എനിക്കൊരു 3 ടയർ കേക്കാണ്. 3 ടയർ കേക്കിൻ്റെ ലാസ്റ്റ് ടയറാണ് ഈ സ്ക്വയർ കേക്ക്. അപ്പോൾ ഞാൻ ആദ്യം ക്രീം എടുത്ത് 4 സൈഡും മുകളിലാക്കിയിട്ട് നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ ക്രീം എപ്പോഴും തേച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കുക, കാരണം പൈപ്പിംഗ് ബാഗിൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിന് വലിയ വ്യത്യാസമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് നൈഫിലോ അല്ലെങ്കിൽ സ്കെയിലിലോ വെച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിലാക്കുന്നത്, പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്താ ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളൊരു നൈഫോ അല്ലെങ്കിൽ സ്കെയിലോ എടുത്തിട്ട് ആ 4 സൈഡിൽ ചില സമയം ചില ഭാഗത്ത് ക്രീം കൂടുതലുണ്ടാവും, അതൊരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് യൂസ് ആവും. നമ്മുടെ നൈഫ് വെച്ചിട്ട് പുഷ് ചെയ്തിട്ട് താഴോട്ടേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് തേച്ച് നമ്മുടെ നൈഫിൻ്റെക്ക് ഇങ്ങ് വന്നോളൂ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നമുക്ക് ഈ സ്ക്വയർ കേക്ക് ഏതൊരു ഷേപ്പ് കിട്ടി എന്നുള്ളൊരു കാര്യം. അധികം കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, വളഞ്ഞു പോയിട്ടില്ല, അങ്ങനെ നമുക്കൊരു ഇതുണ്ടാവും, നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്രാപ്പർ ഉപയോഗിച്ച് 4 സൈഡും വലിച്ചു കൊടുക്കുക. 4 സൈഡും എങ്ങനെ വലിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മാതിരി വലിച്ച് റൗണ്ടാക്കി എടുത്താൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടാതെ ഈ ഒരു എഡ്ജ് ഭാഗം റൗണ്ട് ഷേപ്പായിട്ട് വരും. അപ്പോൾ റൗണ്ട് ഷേപ്പായിട്ട് സ്ക്വയർ കേക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ടിങ് സ്ക്രാപ്പർ കൊണ്ട് വലിച്ചിട്ട് എൻഡിങ്ങിൽ അവിടെ ഫിനിഷ് ചെയ്യുക, നിർത്തുക. എന്നിട്ട് നമ്മൾ ആ സ്ക്രാപ്പർ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എൻഡ് ചെയ്ത ഭാഗത്ത് നിന്ന് പിന്നെയും വലിച്ച് താഴത്തേക്ക് കൊണ്ടുവരാം. ഇതുപോലെ 4 സൈഡ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർപ്പ് എഡ്ജ് കിട്ടും. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ഇതോടുകൂടെ കിട്ടണമെന്നില്ല, അപ്പോൾ ചെറിയ ഡാമേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതേ സെയിം ഐറ്റം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം പോയ ഭാഗത്ത് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക, എന്നിട്ട് സ്ക്രാപ്പർ കൊണ്ട് വലിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ മുകളിലത്തെ പോർഷൻ കൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പരിപാടി തന്നെ റൊട്ടേറ്റ് ചെയ്ത് ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷാർപ്പ് എഡ്ജ് സ്ക്വയർ കേക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് എപ്പോഴും ഫ്ലോപ്പ് ആവുന്നൊരു കാര്യമാണ് ഈ ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കാന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു നോക്കി, എന്നിട്ട് തോന്നിയൊരു ഐഡിയ ആണ് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണിത്. ആർക്കെങ്കിലും ഈ സ്ക്വയർ കേക്ക് ചിലവർ വിചാരിക്കും സ്ക്വയർ കേക്ക് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പല ഓർഡേഴ്സും ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ആ സ്ക്വയർ കേക്ക് അവിടെ ഫിനിഷെല്ലാം ചെയ്ത് വെച്ചിട്ട്, ഇതാണ് ഈ 3 ടയറുള്ള ഓർഡർ കേക്കാണ്. ഇത് സ്പൈഡർമാൻ തീമാണ്. അത് ഞാനിപ്പോൾ ഒരു സെറ്റ് ചെയ്തൊക്കെയാണ്. ഇത് മുകളിലത്തെ കേക്ക് ഞാൻ മുന്നേ ഫിനിഷ് കോട്ടെല്ലാം ചെയ്ത് വെച്ചതാണ്. ഞാനിപ്പോൾ സ്ക്വയർ കേക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതാണ് ഈ കേക്കിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. സ്പൈഡർമാൻ തീം കേക്കിലുള്ള ഒരു 3 ടയറിലുള്ള ഒരു 3 kg കേക്കാണ്.